പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളർമാർ, അതൊന്ന് നോബിൾ എന്നെ ഇങ്ങനെ വന്നിറങ്ങി. ഞാൻ ചെന്നൈയിൽ നിന്നാണ് വന്നത്. എന്നെ കൊണ്ട് പുള്ളിക്കാരനെ ഒരു ലൊക്കേഷനിൽ കൊണ്ടുപോയി. അന്ന് മാഫിയ ശശിയുള്ള സിനിമയാണ്. അപ്പം ആ ലൊക്കേഷനിൽ കൊണ്ടിട്ട് കാറിൽ തന്നെ ഇറക്കിയില്ല. പുള്ളി എന്തോ സംസാരിച്ച് വന്നു, തിരിച്ചു വന്ന് പറഞ്ഞു മിന്നുവിൻ്റെ റോള് 2 ദിവസം കഴിഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ. അപ്പോൾ ഇങ്ങനെ തിരിച്ച് നമ്മൾ വേറെ വഴി കൂടെ വിജനമായ റോഡിൽ കൂടെ കൊണ്ടുവന്നത്. 2 കാടിൻ്റെ നടുക്കൂടെ 2 ടാറിട്ട റോഡിൽ കൂടെ കൊണ്ടുവന്നു. എന്നിട്ട് പതുക്കെ ഓടിച്ചിട്ട് ഈ വലത്തേക്കൈ കൊണ്ട് വണ്ടി ഓടിക്കുകയും ഇടത്തേക്കൈ കൊണ്ട് എന്നെ ഇങ്ങനെ വളരെ ഇങ്ങനെ ചേർത്ത് അയാൾ നെഞ്ചിനോട് ചേർത്ത് അങ്ങ് പിടിക്കുകയും എവിടേക്കോ ഉമ്മ വയ്ക്കുന്നു, എന്തൊക്കെയോ പരാക്രമങ്ങൾ അയാൾ എന്നെ ചെയ്തു. ഞാൻ ഭയങ്കര സ്ട്രഗിൾ ചെയ്തു. കാരണം ഒന്നാമത് എനിക്ക് ഭയങ്കരമായിട്ട് വേദനയും, ഗിയർ ബോക്സ് ഇവിടെ എന്തൊക്കെയോ കൊള്ളുകയും വിട് എന്നൊക്കെ എല്ലാം പറഞ്ഞിട്ട് വിടുന്നില്ല. ലാസ്റ്റ് ഡോറിട്ട് ചവിട്ടുകയൊക്കെ ചെയ്തു. ഡോർ എങ്ങനെയോ തുറന്നു. ഞാൻ വണ്ടിയിൽ നിന്ന് ചാടൂ എന്നൊക്കെ പറഞ്ഞത്തേക്ക് കാലൊക്കെ വെളിയിൽ പോയി കാറിൻ്റെ. അന്നേരമാണ് അയാൾ പെട്ടെന്ന് വണ്ടി നിർത്തിയപ്പോൾ ഞാൻ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി. ഞാൻ പറഞ്ഞു ഞാനൊരു കാര്യം പറയാം. അപ്പോൾ എനിക്ക് ഇറങ്ങി ഓടണം എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് തോന്നി ആ കാട് കണ്ടപ്പം ഇത് യുക്തിയെല്ലാം തോന്നി. കാരണം വന്യമൃഗങ്ങളൊക്കെ ഉണ്ടാകുന്ന സംഭവം, പട്ടി വന്നാലും മതിയല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ നിന്ന് ഞാൻ പറഞ്ഞു എന്നെ മര്യാദയ്ക്ക് എന്നെ എവിടെ കയറ്റിയോ അവിടെ തന്നെ എന്നെ കൊണ്ട് തിരിച്ചു പോകണം, വലിയ പ്രശ്നവും. അപ്പോഴത്തേക്ക് അയാൾ ഇച്ചിരി കാം ഡൗൺ ആയി. എന്നിട്ട് പിന്നെ അയാളെ അവിടെ തന്നെ എന്നെ കൊണ്ട് ഇറക്കി. മറ്റേ വിച്ചു അത് കഴിഞ്ഞ മാസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചിയല്ല എടോ തനിക്ക് നല്ലൊരു റോളുണ്ട്, ബിന്ദു പണിക്കറൊക്കെ ചെയ്യുന്നൊരു റോളാണ്, അത് ഫിക്സ് ചെയ്യണമെങ്കിൽ താൻ ഉടനെ തന്നെ ട്രിവാൻഡ്രത്തിന് വരണം, ഡയറക്ടറിനെയും പ്രൊഡ്യൂസറിനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ തനിക്ക് ആ റോള് ഫിക്സ് ആക്കിയെന്ന്. അപ്പോൾ ഞാൻ ഈ വിച്ചു എന്ന ആളെ ഞാൻ കണ്ടിട്ടില്ല, എനിക്കറിയത്തില്ല, മുൻപരിചയമില്ല. പിന്നെ എടോ താനെന്നൊക്കെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അതെ ഈ താനും നീ എന്നൊക്കെ വിളി ഒഴിവാക്കിയിട്ട് എൻ്റെ പേര് വിളിക്കുക. അല്ല ഇയാൾക്ക് എന്നെക്കുറിച്ച് അറിയാൻ മേലഞ്ഞിട്ടാ, ഞാൻ എല്ലാവരെയും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ എനിക്കതുകൊണ്ട് വലിയ താല്പര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അല്ല ഒന്നുകൂടെ അന്ന് ആലോചിച്ചിട്ട് വിളിക്കുക, ഞാൻ സമയം തരാമെന്ന് ഫോൺ വെച്ചു പുള്ളിക്കാരൻ. ഇടവേള ബാബു എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ കൂടെ നിൽക്കാമെങ്കിൽ ഞാൻ സ്റ്റേജ് ഷോയ്ക്കൊക്കെ കൊണ്ടുപോകും, ഇനി പാട്ട് പാടും ഡാൻസൊക്കെ ചെയ്യും, അപ്പോൾ ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകാം, വളരെ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും എൻ്റെ കൂടെ നിൽക്കുവാണെങ്കിൽ എന്ന് പറഞ്ഞു. അപ്പം ഈ അമ്മയിൽ ഇതിൻ്റെ ആൾ പുള്ളിക്കാരനാണ്, സെക്രട്ടറിയാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പുള്ളി പറഞ്ഞു എൻ്റെ ഫ്ലാറ്റിലോട്ട് പോകാം, കല്ലൂരുള്ള ഫ്ലാറ്റിലോട്ട് പോകാം, ആപ്ലിക്കേഷൻ ഒപ്പിടണം, അപ്പോൾ അത് ഫില്ല് ചെയ്ത് തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാളും പതുക്കെ എന്നെ പുറകെ തന്നെ കെട്ടിപ്പിടിച്ച് കഴുത്തിൽ ഇങ്ങനെ ചുമൊക്കെ വെച്ചിട്ട് എന്ത് ഷാമ്പു ഇടാം നല്ല മണമൊക്കെ അങ്ങനെയൊക്കെ. ഞാൻ അയ്യോ ഇതെന്താ ഇതെന്തെങ്കിലും പെട്ടെന്ന് ഇതാക്കി. അപ്പോൾ നമുക്ക് കാരണം ഇത് മുമ്പ് അഭിനയിച്ചതാണ്, നമ്മൾ ഒരുമിച്ചൊരു സിനിമയിൽ അഭിനയിച്ചതാണ്. അപ്പോൾ പുള്ളി എനിക്ക് പെട്ടെന്ന് നമുക്ക് റഫാകാൻ പറ്റത്തില്ല, മാറ് എന്ന് പറഞ്ഞു. പിന്നെ പുള്ളിക്കാരനെ അടുത്തടുത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഞാൻ പോകുകയെന്ന് പറഞ്ഞു. പെട്ടെന്ന് അത് ഫില്ല് ചെയ്തില്ല ശരിക്കും, ഞാൻ ഇറങ്ങി ഓടിപ്പോന്നു. അവർ ആ കമ്മിറ്റിയിൽ ഉള്ളിടത്തോളം കാര്യം എനിക്ക് കിട്ടില്ല. ഇനി ഇവിടെ നിന്നിട്ട് പിന്നെ പല സിനിമകളും ഇവർ മിനു ഈസ് യൂസ്ലെസ് ലേഡി, മിനുവിനെ കൊണ്ടൊരു ഹെൽപ്പില്ല, അവളെ വേണ്ട, അങ്ങനെ പല സിനിമകളും. കാരണം നമ്മളൊക്കെ ഒത്തിരി ആഗ്രഹങ്ങളും ഒത്തിരി സ്വപ്നങ്ങളൊക്കെ ആയിട്ടാണ്, നമുക്കൊക്കെ ടാലൻസ് ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെ നോക്കുക, എനിക്ക് ചെറുപ്പത്തിലൊക്കെ ഞാൻ എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്തൊക്കെ ഒരാളാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നത്. ഇങ്ങനെയുള്ള കുറച്ച് ഒരു പ്രത്യേക ഒരു ഗ്യാങ് ഉണ്ട് സിനിമയിൽ, ഒരു മാഫിയ പോലത്തെയൊക്കെ. ഇവരൊക്കെ മാറ്റി കഴിഞ്ഞാൽ മലയാളം ഫിലിം നല്ല രീതിയിൽ വരുമെന്നാണ് എൻ്റെ ഉറച്ച ഒരു വിശ്വാസം. അതുപോലെ തന്നെ ഹേമ കമ്മിറ്റിയിൽ ഈ പാർവതിനെ പോലുള്ള കുട്ടികളൊക്കെ അവരൊക്കെ വളരെ ബോൾഡാണ്. അങ്ങനെയുള്ളവർ നീ വരണം, പിള്ളേർ മുമ്പോട്ട് ധൈര്യമായിട്ട് വരണം, ആരെ പേടിക്കണം. കാരണം ഇന്ന് മീഡിയ സപ്പോർട്ടുണ്ട്, നിങ്ങൾക്ക് എന്ത് കാര്യമാണെങ്കിലും മീഡിയയിൽ വിളിച്ച് പറയാം, നിയമം നമ്മുടെ കൂടെയുണ്ട്, ജനങ്ങൾ നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും. അതുകൊണ്ട് നിങ്ങൾ ആരെയും പേടിക്കാതെ എല്ലാവരും മുൻപോട്ട് വരണമെന്നാണ് പറയുന്നത്. കാരണം നാളെ ഒരു പെൺകുട്ടികൾക്കും സിനിമാ ഫീൽഡ് എന്നല്ല ഒരു ഫീൽഡിൽ ഒരു അനുഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഞാൻ നിയമത്തിൻ്റെ കൂടെ നീതിക്ക് വേണ്ടി ഞാനിത് പരാതിയായിട്ട് തന്നെ മുമ്പോട്ട് പോകും.